സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഭദ്രമാണെന്നും കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയുടെ പരാമർശം തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മാർച്ച് 31-ന് എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കിയ ശേഷം 6000 കോടി രൂപയോളം ട്രഷറിയിൽ മിച്ചമുണ്ട്. 2001-ലെ സാഹചര്യത്തെക്കാൾ സ്ഥിതി നിലവിൽ മോശമാണെന്ന ആന്റണിയുടെ നിരീക്ഷണം കൃത്യമായ കണക്കുകൾ മനസ്സിലാക്കാതെയുള്ളതാണെന്നും ബാലഗോപാൽ പറഞ്ഞു. സാമ്പത്തികമായി തകർന്ന സംസ്ഥാനത്തെ കരകയറ്റാൻ മുണ്ടു മുറുക്കി ഉടുക്കേണ്ടി വരുമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് എ.കെ. ആന്റണിയുടെ പരാമർശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മുൻ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. മാർച്ച് 31-ന് എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കിയ ശേഷം 6000 കോടി രൂപയോളം ട്രഷറിയിൽ മിച്ചമുണ്ട്. ഇത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ തെളിവാണ്. വിഷുവിനോടനുബന്ധിച്ച് 2 മാസത്തെ ക്ഷേമ പെൻഷൻ മുൻകൂറായി വിതരണം ചെയ്തിരുന്നു. 2001-ലെ സാഹചര്യത്തെക്കാൾ മോശമാണ് നിലവിലേതെന്ന ആന്റണിയുടെ നിരീക്ഷണം കൃത്യമായ കണക്കുകൾ മനസ്സിലാക്കാതെയുള്ളതാണ്. അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കൾ നടത്തുന്ന ഇത്തരം പ്രതികരണങ്ങൾ ജനങ്ങളിൽ അനാവശ്യ ഭീതി ഉണ്ടാക്കുമെന്നും ബാലഗോപാൽ പറഞ്ഞു. 2001-ൽ അദ്ദേഹം അധികാരത്തിൽ വന്നപ്പോഴും ഇതുപോലെ ഞാൻ പ്രതീക്ഷിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തു. അവസാനം എല്ലാം ചെയ്യാൻ പറ്റിയില്ല, വല്ലാത്ത ബുദ്ധിമുട്ടിലായി. അതുപോലെ ഇപ്പോഴും ആണ് എന്നാണ് അദ്ദേഹം ധരിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ പറച്ചിൽ വ്യക്തമായത്. 2001-ലെ കാര്യങ്ങളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന് പിന്നുള്ള കാര്യങ്ങളെ പറ്റിയും ഞാൻ പറയുന്നില്ല. പക്ഷേ 2026-ൽ ഈ ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങി പുതിയ ഒരു ഗവൺമെന്റ് ചുമതല ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി അദ്ദേഹം കരുതുന്നത് പോലെ അപകടകരമായ അവസ്ഥയിലേ അല്ല എന്ന് മാത്രമല്ല, മെച്ചപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ളത് പറയേണ്ട ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഞാനത് എൻ്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഏതൊരു ബുക്കിൽ എഴുതി വെക്കുന്ന കണക്കല്ല, നമ്മുടെ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റുകളും കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്. 10 വർഷക്കാലവും സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റ്, സർക്കാരിൻ്റെ രേഖകൾ, അതുപോലെ CNDG പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണക്കുകൾ നോക്കുന്ന നമ്മുടെ ഔദ്യോഗിക ഏജൻസിയുടെ കണക്ക്, സർട്ടിഫിക്കേഷൻ, സെൻട്രൽ ഗവൺമെൻറ് രേഖകൾ എല്ലാം അനുസരിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ നേരെയുള്ള ഉദാഹരണം ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പിൻ്റെ വർഷം മാർച്ച് മാസം 31-ാം തീയതി വരെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന സമയമാണ്. ആ മാർച്ച് 31-ന് എല്ലാ പേയ്മെന്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ക്യാഷ് ബാലൻസ് ആയിട്ട് ഞാനന്ന് അനൗൺസ് ചെയ്തിരുന്നത് 4000 കോടി ഉണ്ടെന്നാണ്. ഏപ്രിൽ 1-ന് ഞാൻ പത്രസമ്മേളനം വിളിച്ചത്. പക്ഷെ പിന്നീട് അതിന്റെ ഫൈനൽ കണക്കുകൾ വന്നപ്പോൾ 6000 കോടിയോളം ക്യാഷ് ബാലൻസ് ആണ് ഞാൻ പറയുന്നത്. ക്യാഷ് ബാലൻസ് സർക്കാരിന്റെ ട്രഷറിയിലുണ്ട്. പേയ്മെന്റ് എല്ലാ പേയ്മെന്റുകളും കൊടുത്തു. ക്യൂവിൽ നിൽക്കുന്നു, കിട്ടുന്നില്ല എന്നുള്ള പരാതിയില്ല. ക്ഷേമ പെൻഷൻ തന്നെ 2 മാസത്തെ ഒരുമിച്ച് കൊടുത്ത് ഏപ്രിൽ മാസത്തെയും കൂടി മാർച്ച് മാസം കൊടുത്തിട്ടാണ് നമ്മൾ അവസാനിപ്പിച്ചത്. വിഷുവിന് സാധാരണ മുൻകൂട്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്തും ഒരു പേയ്മെന്റിന് ഡിഫാൾട്ട് ഇല്ല. ആശുപത്രികൾക്ക്, മറ്റു സ്ഥലത്തൊക്കെ ആകെ ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കുമെന്ന് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ സമയത്ത് ഉറപ്പ് പറഞ്ഞ ഒറ്റ കാര്യമാണ്. അത് DADR കുടിശ്ശിക. DADR കുടിശ്ശിക കഴിഞ്ഞ വർഷങ്ങളിലെ DADR കുടിശ്ശിക കുറച്ച് പണമുണ്ട്, അത് കൊടുത്തു തീർക്കും, 8 ഗഡുക്കളായി കൊടുക്കുമെന്ന് പറഞ്ഞു. അതിനുള്ള 1-2 ഗഡുവിനുള്ള പണവും ഈ വർഷത്തെ ബഡ്ജറ്റ് വെച്ചിട്ടുണ്ട്. അതിന് പണമുണ്ട്. അപ്പോൾ ആ പണം അതിനകത്തുണ്ട്. ഇതെല്ലാം കൊടുത്തു തീർക്കാൻ പറ്റും എന്നുള്ള സ്ഥിതിയിൽ ഇതാണ് വസ്തുത എന്നിരിക്കെ ബഹുമാനപ്പെട്ട ശ്രീ എ.കെ. ആന്റണി, അദ്ദേഹം കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവാണ്, ഞങ്ങളൊക്കെ വളരെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് ചില തെറ്റിദ്ധാരണകളുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലമായി അദ്ദേഹം അത്ര സജീവ രാഷ്ട്രീയത്തിൽ ഈ കാര്യങ്ങളെല്ലാം നോക്കാത്തതുകൊണ്ടായിരിക്കാം. അദ്ദേഹം ഒരു സമയം തരികയാണെങ്കിൽ അദ്ദേഹത്തെ പോയി കണ്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്കുണ്ട്. കാരണം ഞാൻ എഴുതി തയ്യാറാക്കിയ കണക്കല്ല, ശ്രീ എ.കെ. ആന്റണിയെ പോലെ ആൾ തന്നെ ഇത് ബോധ്യപ്പെടുന്നത് നന്നാവും. അപ്പൊ അദ്ദേഹം ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നത് ഒന്നുകൂടെ ഒരു വിശ്വാസ്യത വരുമല്ലോ ഞങ്ങൾ ഈ ചെയ്ത അധ്വാനത്തിന്. അപ്പോൾ വസ്തുതകൾ വെച്ചേ പറയാറുള്ളൂ. അതേസമയം ഈ തുടക്കത്തിന്റെ സമയത്ത് ഇനി മനഃപൂർവ്വം നിങ്ങളൊക്കെ കൈപ്പിനീര് കുടിക്കേണ്ടി വരും, പണമില്ല എന്ന് പറയുന്ന ഒരു പല്ലവി പറയാനാണെങ്കിൽ അതും ജനങ്ങൾ മനസ്സിലാക്കണമല്ലോ. കാരണം ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് നാളെ തൊട്ട് എന്തെങ്കിലും കാര്യം ചെയ്തു തുടങ്ങുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഈ ഗവൺമെന്റിന് നല്ലതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷ ശ്രീ V.D. സതീശൻ ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം മാനിഫെസ്റ്റോ തയ്യാറാക്കുമ്പോൾ കോൺഗ്രസിന്റെ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുന്നതിന് മുൻകൈ എടുത്തത്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷക്കാലമായി മെമ്പറാണ്. ധനകാര്യ കാര്യങ്ങൾ ഏറ്റവും നന്നായി നോക്കുന്ന ആളാണ് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി. അപ്പോൾ ധനകാര്യ കാര്യങ്ങൾ നോക്കി ഫിനാൻഷ്യൽ പൊസിഷൻ ബെറ്റർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഗ്യാരണ്ടികൾ പറയാനുള്ള ഒരു ധൈര്യം വന്നത്. ആ ഗ്യാരണ്ടികളെ കണക്ക് വെച്ചാൽ, കാരണം ഞാനല്ല വേറൊരാളായാലും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ കയ്യിലുള്ള നോട്ട് പുസ്തകത്തിൽ മാത്രം എഴുതുന്ന അല്ലി കണക്ക് ട്രഷറി ഒക്കെ പബ്ലിക് അക്കൗണ്ട് എല്ലാം നമ്മുടെ പൊതു സുതാര്യമായ കാര്യമാണ്. അപ്പൊ അതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കളിൽ ഒരാളായ അദ്ദേഹത്തെ നേരിൽ കണ്ട് ധനസ്ഥിതിയെ പറ്റിയുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ആഗ്രഹമുണ്ടെന്നും ബാലഗോപാൽ പറഞ്ഞു.
ന്യൂസ് ബ്യൂറോ, കൊല്ലം.